നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ബൻഡാനൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് ചെയ്യുന്നത്. ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ബൻഡാന. നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ബിഗിനർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ എന്തായാലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ക്രോഷി ബന്ധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് ആണ് കേട്ടോ. 100% അക്രിലിക് ആണ്. ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് ഗ്രീൻ ഏതാന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. ഹുക്ക് എടുത്തിട്ടുള്ളത് 5mm ഹുക്കാണ് കേട്ടോ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു 4mm ആയിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പക്ഷേ 5mm വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ടേപ്പസ്ട്രി നീഡിലാണ് ഇതുപോലത്തെ. പിന്നെ സിസേഴ്സ്, നിങ്ങളുടെ കയ്യിലുള്ള സിസേഴ്സ് ഏതാന്ന് വെച്ചാൽ അതെടുക്കുക. പിന്നെ ഒരു മെഷറിംഗ് ടേപ്പും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാനുണ്ടാവും ഇടയ്ക്ക്. അതുണ്ടെങ്കിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ സ്കെയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. ആദ്യം ഞാൻ ബേസിക് ആയിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യേസ് തന്നെയാണ്. സ്ലിപ്പ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഡബിൾ ക്രോഷ്യ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു സ്റ്റിച്ചാണ്. ഇങ്ങനെ 3 ഡബിൾ ക്രോഷ്യേസ് വരുന്ന ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചും ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഷെല്ലുമാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതിൽ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഗ്രീൻ കളറ് ഇത് രണ്ടും ഒരേ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ കളർ യാൺ ആഡ് ചെയ്തിട്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ന്യൂ കളർ യാൺ ആഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കാര്യം കൂടെ, ഞാൻ ഭയങ്കര ബേസിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ബിഗിനേഴ്സിനൊക്കെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ച് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്റ്റിച്ചിൻ്റെ ഷോർട്ട് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഓരോ സ്റ്റിച്ചസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി. പിന്നെ ഇതിന് ബന്ധന എന്നല്ല ബന്ധാന എന്നാണെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബന്ധന എന്ന് പറഞ്ഞ് ശീലമായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. എന്തായാലും നമുക്കിനി ബന്ധാന എന്ന് വിളിക്കാം. ഞാനിത് ChatGPTന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. പ്രൊനൗൺസിയേഷൻ ഞാൻ പറയുന്നുവെന്ന് കേൾക്കൂ. ബാൻഡാന. ഇത് 2ാം സിലബിളിൽ ഊന്നി ഉച്ചരിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ കേട്ടല്ലോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ ബാൻഡാന എന്നാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ ബന്ധന എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബാൻഡാന എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇനി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ യാൺ എടുക്കുക. യാണിൻ്റെ ടെയിൽ എൻഡാണിത്. ടെയിൽ എൻഡ് നമ്മുടെ ഈ 2 വിരലിൻ്റെ മേലെ നമ്മൾ ചുറ്റി കൊടുക്കണം. ഇതുപോലെ എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ 2 ഈ ഒരു യാണ് ഇവിടെ പിടിക്കുക. ഇനി നമ്മൾ ഹുക്ക് എടുത്തിട്ട് ഇതാ ഈ ആദ്യം ചുറ്റിയ യാണില്ലേ അതിൻ്റെ താഴെ കൂടെ നമ്മുടെ ഹുക്ക് പാസ് ചെയ്തിട്ട് മറ്റേ യാണിൽ ഇതുപോലെ ഇങ്ങനെ കൊളുത്തുക. എന്നിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് നോട്ടായി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വലിച്ചാൽ സ്ലിപ്പ് നോട്ടായി. ഇനി ഇതൊന്നും ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് യാണൊന്ന് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാം. ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചാലാണ് നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. കുറേ പേര് സ്റ്റിച്ചസ് ലൂസ് ആവണതൊക്കെ പറയാറുണ്ട്. അത് ആക്ച്വലി നിങ്ങളുടെ ടെൻഷൻ മെയിൻറ്റെയിൻഡ് ആവാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഹുക്കും യാണും കറക്റ്റായിട്ട് പിടിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പിടിക്കണം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഞാനിങ്ങനെയാണ് പിടിക്കാറുള്ളത് കേട്ടോ. നമ്മുടെ ഈ 3 വിരലുണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ 3 വിരൽ അതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒരു വട്ടം ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ വിരലിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ 2 വിരലുണ്ടല്ലോ, തമ്പും ഈ മിഡിൽ ഫിംഗറും, അത് വെച്ചിട്ട് ഇതാ ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുന്നത്. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുക. ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ശരിയായിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് ഉദ്ദേശമാണ് കേട്ടോ പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഇത് ഓൾറെഡി അറിയുന്നുണ്ടാവും. എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെയാണല്ലോ നമ്മുടെ ഹുക്കും യാണും ഇരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യാൺ ഓവറും ഒരു പുൾ ത്രൂവും ചെയ്യണം. ഓക്കെ, യാൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഹുക്കാണ് മേലെ ഇരിക്കുന്നത്, യാണ് താഴെയാണ്.
യാൺ അപ്പോൾ ബിലോ ആണ്. അപ്പോൾ യാണ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹുക്കിന് താഴോട്ട് കൊണ്ടുപോകും. ഇതുപോലെ ഇന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ യാണ മുകളിലാവും. ഇതാണ് യാൺ ഓവർ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഹുക്കിന് നമ്മൾ ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഹുക്ക് ഇരിക്കുന്ന ഒരു ലൂപ്പ്, ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വലിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, ഇതാണ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇവിടെ നമുക്ക് 4 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ യാണിനെ മുകളിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ യാൺ ഓവർ. ഇനി ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം, പുൾ ത്രൂ. രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, മൂന്നാമത്തത് 4. ഓക്കെ, നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഈ ഹുക്ക് ഇരിക്കുന്നത് 4th ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഈ ലാസ്റ്റത്തെ 3 ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം ഒരു ഡബിൾ ക്രോഷ്യക്ക് ഏകദേശം ഒരു 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ അത്രയും വലുപ്പമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലാസ്റ്റത്തെ 3 ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ ലാസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ച് എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്ലിപ്പ് നോട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ചെയിൻ സ്റ്റിച്ച്, ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് 3 ഡബിൾ ക്രോഷ്യ ടോട്ടൽ ഇരിക്കുന്ന പോലെ കിട്ടും. ഇദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അത് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു ഫസ്റ്റത്തെ സാധനം, ഈ ഒരു ഷെല്ലിൽ നമ്മൾ ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ഉള്ള പോലെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെയാണ് ഉണ്ടാവുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് നോക്കാം. എങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ യാൺ ഓവർ ചെയ്തില്ലേ, അതുപോലെ ഒരു തവണ യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് സ്റ്റിച്ചിലേക്കാണോ ഡബിൾ ക്രോഷ്യ ചെയ്യണത് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വി ഷേപ്പിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇത് ഒന്നാമത്തത്, 2, 3, 4. ഈ ഒന്നാമത്തെ സ്റ്റിച്ച് ഈ വി ഷേപ്പ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, യാൺ ഓവർ ചെയ്തിട്ട്. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ച് വലിച്ചെടുക്കുക, പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 സ്റ്റിച്ച് ഇരിക്കുന്നത്, 3 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് 2 ലൂപ്പ് ഇരിക്കണില്ലേ അതിൻ്റെ അകത്ത് കൂടെയും ഇതേപോലെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. അപ്പോൾ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യാൻ ഇതുപോലെ യാൺ ഓവർ ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ ഇനി യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റോ. ഓക്കെ, നമ്മുടെ ബന്ധാനൻ്റെ ഫസ്റ്റത്തെ റോ ഇതാണ്, 3 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് റോകൾ ചെയ്താണ് നമ്മൾ വലിയൊരു ബന്ധാന ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. ഓക്കെ, എല്ലാ റോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. അപ്പോൾ 1, 2, 3. ഓക്കെ, 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇത് ഫ്ലിപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ റൂട്ടിൽ ഇരിക്കുന്ന സ്റ്റിച്ചില്ലേ, ഈ ഒരു സ്റ്റിച്ച്, ഈ ഒരു വി ഷേപ്പ് ഇരിക്കുന്ന സ്റ്റിച്ച്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി 2 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിച്ച് വി ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീൻ്റെ 2 ഹാൻഡിലിൻ്റെയും താഴെ കൂടിയാണ് ഇനി അടുത്ത് നമ്മൾ ഹുക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്യാം, എന്നിട്ട് ഈ നേരത്തെ പറഞ്ഞ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക സാധാ പോലെ. പുൾ ത്രൂ ചെയ്തു, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ. ഇനി ഈ സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യാം, ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഒരു 3 ഡബിൾ ക്രോഷ്യ അടങ്ങുന്ന ഈ ഒരു സാധനത്തിന് വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റർ.
അപ്പോൾ ഇതൊരു ക്ലസ്റ്റർ, ഇതൊരു ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ റോ ആണ്. ആദ്യത്തെ റോയിൽ ഒരു ക്ലസ്റ്റർ ചെയ്തു, രണ്ടാമത്തെ റോയിൽ അപ്പോൾ 2 ക്ലസ്റ്റർ വരണം. പിന്നെ അടുത്ത ക്ലസ്റ്റർ നമ്മൾ എവിടെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇതിലുള്ള ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ടെക്നിക്കലി ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യാനുള്ള എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആദ്യത്തെ റോയിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയും ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്, ഈ ഒരു സ്പേസ്. ആ ഒരു സ്പേസിലാണ് നമ്മൾ അടുത്ത ക്ലസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ക്ലസ്റ്റർ എന്ന് വെച്ചാൽ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. 3 ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, പിന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടായി. ഇനി നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മൾ ഇതുപോലൊരു ക്ലസ്റ്റർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണ്? ഇതേപോലെ യാൺ ഓവർ ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇതേപോലെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം നമ്മൾ ചെയ്യുന്നത് ക്ലസ്റ്റർ ആണ്. അപ്പോൾ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. ഇത് 3rd ഡബിൾ ക്രോഷ്യ ആണ്, സെയിം സ്പേസിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇതുപോലൊരു സ്പേസ് ഫോം ചെയ്തിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലസ്റ്റർ, ഇത് സെക്കൻഡ് ക്ലസ്റ്റർ. ഇനി നമ്മൾ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. 1 2 3. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ ഓരോ റോ എത്തുമ്പോഴും 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്പേസ് നേരത്തെ ഇട്ട പോലെ തന്നെ ഇതിൻ്റെ റൂട്ടിലിരിക്കുന്ന വി ഷേപ്പുള്ള സ്റ്റിച്ച് അതിൻ്റെ താഴെ കൂടെ പാസ് ചെയ്തിട്ട് അവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ ആയിട്ട് വരും. അപ്പോൾ ഇതൊരു ക്ലസ്റ്റർ ആവും. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് സ്പേസ് ഏതാണെന്ന് മനസ്സിലായില്ലേ? ഈ വി ഹാൻഡിലില്ലേ അതിൻ്റെ താഴെ അവിടെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി അവിടെ ഒരെണ്ണം കൂടെ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ 3 വരുമ്പോൾ ഒരു ക്ലസ്റ്ററായി. ഇനി നമ്മൾ അടുത്ത ക്ലസ്റ്റർ എവിടെ ചെയ്യാന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ ക്ലസ്റ്റർ ഇതാണ്, രണ്ടാമത്തെ ക്ലസ്റ്റർ ഇതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. ഓക്കെ, 2 ക്ലസ്റ്ററിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലാണ് ഇനി അടുത്ത ക്ലസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്താലാണ് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ 3rd റോയിൽ 2 ക്ലസ്റ്ററായി. ഇനി മൂന്നാമത്തെ ക്ലസ്റ്റർ നേരത്തെ പോലെ തന്നെ ലാസ്റ്റ് ക്ലസ്റ്ററിൻ്റെ 3 ഡബിൾ ക്രോഷ്യയിലെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യൻ്റെയും ലാസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെയും ഇടയിലുള്ള സ്പേസ്, ആ സ്പേസിലാണ് അവസാനത്തെ ക്ലസ്റ്റർ. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ഡബിൾ ക്രോഷ്യൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി ഈ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ആ സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഒരു ക്ലസ്റ്റർ ചെയ്യും, എന്നിട്ട് അടുത്ത ക്ലസ്റ്റർ അതിൻ്റെ മുന്നത്തെ റോയിലുള്ള സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത ക്ലസ്റ്റർ ചെയ്യും. പിന്നെ ലാസ്റ്റത്തെ ഈ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത ക്ലസ്റ്റർ ചെയ്യും. ഈ സെയിം പാറ്റേൺ ആണ് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റോ കൂടെ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. 1 2 3. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലസ്റ്ററായി. രണ്ടാമത്തെ ക്ലസ്റ്റർ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്?
അതിൻ്റെ മുന്നത്തെ റോയിലെ 2 ക്ലസ്റ്ററിൻ്റെ ഇടയിലുള്ള സ്പേസ്. അപ്പോൾ ഇതൊരു സ്പേസ്, ഇത് അടുത്ത സ്പേസ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ ഒരു ക്ലസ്റ്റർ ചെയ്യും, ഈ ഒരു സ്പേസിൽ ഒരു ക്ലസ്റ്റർ ചെയ്യും, ആൻഡ് അവസാനം ഈ ഒരു ക്ലസ്റ്ററിൻ്റെ അവസാനത്തെ 2 സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസിലും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിൽ നമുക്ക് അടുത്ത ക്ലസ്റ്റർ ചെയ്യാം. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് നമുക്ക് അടുത്ത ക്ലസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്ലസ്റ്റർ എന്താണെന്നുള്ളത്? 3 ഡബിൾ ക്രോഷ്യ ആണ് ഒരു ക്ലസ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റത്തെ ക്ലസ്റ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലസ്റ്റർ ചെയ്യണത് ആദ്യത്തെ റോയിലെ 2 ക്ലസ്റ്ററിൻ്റെ ഇടയിലുള്ള സ്പേസിൽ. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എത്ര ലെങ്ത്തിലാണോ നമുക്ക് ബൻഡാന വേണ്ടത് അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് ഈ ഒരു സ്പേസിൽ. ഇനി അവസാനത്തത് ഇതാ നമ്മുടെ ഈ 2 എണ്ണത്തിൻ്റെ ഇടയിലുള്ള സ്പേസിൽ. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, അങ്ങനെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ലെങ്ത് ഉള്ളത്. ഒരു 20 സെൻറ്റിമീറ്റർ ഒക്കെ ആകുമ്പം നിർത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ചാണ് കേട്ടോ ബൻഡാന ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തലയിൽ വെച്ച് നോക്കുമ്പം ഈ 2 അറ്റം തലേൻ്റെ ബാക്കിൽ സെൻറ്ററിൽ എത്തുന്നില്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ, താഴെ ഭാഗത്ത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ, ഈ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ, ഈ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ ഓരോ ക്ലസ്റ്ററിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ. എന്നിട്ട് അവസാനം ഈ 2 സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള സ്പേസ് അവിടേക്കും 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അത്രയും ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 20 സെൻറ്റിമീറ്റർ അല്ലേ പറഞ്ഞത്, അപ്പോൾ അത്രയും വലിപ്പത്തിൽ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഹെഡിൽ വെച്ച് നോക്കിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും റോ ചെയ്തിട്ട് നിർത്താം. എന്നിട്ട് നമുക്ക് ഷെല്ല് അതിൻ്റെ ബോർഡറൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 22 റോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 22 റോ ചെയ്ത് കഴിഞ്ഞപ്പം ഏകദേശം എനിക്ക് കിട്ടിയ സൈസ് ഇത്രയാണ്, 20 സെൻറ്റിമീറ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഏകദേശം 20 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു സൈസ് കിട്ടിയിട്ടുള്ളത്. ഈ സൈഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം 25-26 ഒക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇപ്പോൾ 22 റോയിലാണല്ലോ നിർത്തിയത്. ഈവൺ നമ്പർ ഓഫ് റോസിൽ നിർത്താൻ വേണ്ടിയിട്ട് നോക്കാം. 20, 22, 24 അങ്ങനെ. അതാവുമ്പം ഈ 2 സൈഡ്സും നല്ല ഈക്വലായിട്ട് ഒരേപോലെ കിട്ടും, സിമെട്രിക്കലായിട്ട് കിട്ടും. അപ്പം ഈവൺ നമ്പർ ഓഫ് റോസിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 കോഡുകൾ ചെയ്യണം 2 സൈഡിലും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുവരെ നിർത്തി, ഇനി ഇവിടെ നമ്മൾ കോഡ് ചെയ്യും, ഈ ഒരു സൈഡിൽ കോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഷെല്ലില്ലേ, ആ ഷെല്ല് ചെയ്യും ഒരു സൈഡിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡിലും ഷെല്ല് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ കോഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇത് ഞാൻ 2 കളർ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ കോഡുകളാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഷെല്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 40 ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, അപ്പോൾ ചെയിൻ സ്റ്റിച്ച് 40 എണ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 1, 2, 3, 4. അധികം ടൈറ്റ് ഇല്ലാതെ ചെയ്യണം കേട്ടോ. 5,
ഒരു നോർമൽ ആ ഒരു ഇതിൽ ചെയ്താൽ മതി, ഓവർ ടൈറ്റ് ആക്കണ്ട. 6 7 39 40. അപ്പോൾ നമ്മൾ 40 ചെയിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഷെല്ലാണല്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 40 ചെയിൻസ് ചെയ്ത് നമ്മളിപ്പോൾ ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് എത്തി. ഇനി നമുക്ക് തിരിച്ച് ഈ എൻഡിലേക്ക് എത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. കാരണം ഇനി വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡിൻ്റെ തിക്നെസ് കൂടും. സ്ലിപ്പ് സ്റ്റിച്ച് ആകുമ്പോൾ നമുക്കിങ്ങനെ റോയിൽ തിക്നെസ് കൂട്ടാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് 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 ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് ഇപ്പം 40 ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ, ഇതാണ് ഫസ്റ്റത്തെ സ്റ്റിച്ച്. ഈ ഹുക്കിൻ്റെ ഇത് ഇരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സെക്കൻഡ് സ്റ്റിച്ച് മുതലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, ഇത് സെക്കൻഡ് സ്റ്റിച്ച്. ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യാൺ ഓവർ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് നമ്മുടെ ഈ ഏത് ഇതിലേക്കാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. ഇതിൽ ആദ്യത്തെ ലൂപ്പിന് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. 2 ലൂപ്പ് കിട്ടും. അതിൽ ആദ്യത്തെ ലൂപ്പിന് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇതാണ് മെത്തേഡ്. ഓക്കെ, അപ്പം ഇനി അടുത്തതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വി ഷേപ്പുള്ള ഹാൻഡിൽ ഉണ്ടല്ലോ, ഒരു ഹാൻഡിലിൻ്റെ താഴെ കൂടിയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, വെച്ചാൽ അതിൻ്റെ ഈ വീൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാം, യാൺ ഓവർ പുൾ ത്രൂ, എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇതുപോലെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ചെയ്യാം. ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലും ചെയ്തിട്ട് അറ്റത്തെ സ്റ്റിച്ച് എത്തുമ്പം കാണാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡ് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിലാണ്. ഓക്കെ, ഈ ഒരു സൈഡിൽ നമ്മൾ ഷെല്ലുകൾ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ റാ ഷേപ്പിലിരിക്കുന്ന സംഭവമില്ലേ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്പേസ് എന്ന് പറയുന്നത് ഇതാ, എല്ലാ റോയിലും ഇതാണ്, ഇങ്ങനെയുള്ളതാണ് ഒരു റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ ഓരോ റോ. ഈ ഓരോ റോൻ്റെയും എൻഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്പേസ് കാണാൻ പറ്റും. ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റോയിലാണെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് കാണാൻ പറ്റും, ഇങ്ങനെ നടുവിൽ ഒരു ബാൻഡ് പോലെ ഇരിക്കുന്ന ഈ ഒരു മൊത്തം ഒരു സ്പേസാണ്. ഇത് സെക്കൻഡ് സ്പേസ്. നെക്സ്റ്റ് സ്പേസ് വീണ്ടും ഒരു ബാൻഡുള്ള പോലത്തെ സ്പേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പേസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സ്പേസുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഈ സ്പേസുകളിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാത്തിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഇനി ഇങ്ങനെയാണല്ലോ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓരോ സ്പേസിലായിട്ട് നമുക്കിനി വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്പേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്പേസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നടുവിലൊരു ബാൻഡ് കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ രണ്ട് ഡബിൾ ക്രോഷ്യൻ്റെ ഇടയിലുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുപോലൊരു ബാൻഡ് കാണാൻ പറ്റും. ഈ ഒരു ഒരു ബാൻഡ് പോലെ കാണാൻ പറ്റും. ഈ ബാൻഡ് ഈ ഒരു സ്പേസിനെ രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ആദ്യത്തെ സ്പേസിലല്ല, രണ്ടാമത്തെ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഹുക്ക് രണ്ടാമത്തെ സ്പേസിൽ, റൈറ്റ് ലെഫ്റ്റ് 2 സ്പേസ് ഉണ്ട്, അതിൽ ലെഫ്റ്റിലെ സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സാധാരണ പോലെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പേസിലാണല്ലോ വർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റോൻ്റെ എൻഡിലുള്ള സ്പേസ്, ബാൻഡൊന്നും ഇല്ലാത്ത സ്പേസ്, ഈ സ്പേസിൽ നമ്മൾ ഷെല്ല് ചെയ്യാൻ പോവുകയാണ്. ഷെല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലേക്ക് തന്നെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ് ഷെല്ല്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 6 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പേസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് സ്പേസിലേക്ക് 6 ഡബിൾ ക്രോഷ്യ. അപ്പോൾ യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് സ്പേസ് ഇതാണല്ലോ, അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ പുൾ ത്രൂ. യൂഷ്വൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി സെയിം സ്പേസിൽ നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ടോട്ടൽ 6 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തേൽ ഞാൻ ഷെല്ല് ചെയ്തു. ഷെല്ലെന്ന് പറഞ്ഞാൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ കണ്ടു ഒരു റാ ഷേപ്പിൽ വന്നത്.
ഇതാണ് ഒരു ഷെല്ല്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഷെല്ല് ചെയ്തു. ഇനി നെക്സ്റ്റ് റോൻ്റെ എൻഡിലുള്ള സ്പേസിലാണ് വർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റോൻ്റെ എൻഡിലുള്ള സ്പേസ് ഈ സ്പേസ് ആണ്. ആ സ്പേസിന് നടുവിലൊരു ബാൻഡ് കാണാൻ പറ്റും. ഈ ബാൻഡുള്ള സ്പേസിൽ 2 സ്പേസ് ഉണ്ടല്ലോ, അതിൽ ലെഫ്റ്റിലുള്ള സ്പേസ്, ഇത് റൈറ്റിലുള്ളത്, ഇത് ലെഫ്റ്റിലുള്ളത്, ഈ സ്പേസ് രണ്ടാമത്തെ സ്പേസ്, ഈ സ്പേസിലാണ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യണത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, അതും ബാൻഡുള്ള സ്പേസ് ആയിരുന്നു. ഇനി ബാൻഡ് ഒന്നും ഇല്ലാത്ത സ്പേസിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ് ചെയ്തു. ഇനി ബാൻഡുള്ള സ്പേസിലെ രണ്ടാമത്തെ സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ വീണ്ടും 6 ഡബിൾ ക്രോഷ് ചെയ്ത് ഷെല്ല് ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് സ്പേസ് നോക്കുമ്പോൾ ബാൻഡുള്ള സ്പേസ് ആയിരിക്കും. അതിൽ രണ്ടാമത്തെ സ്പേസിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഷെല്ല് ചെയ്തു. ഇനി ഷെല്ല് ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാൻഡുള്ള സ്പേസിൽ രണ്ടാമത്തെ സ്പേസിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യാം, ഒരു യാൺ ഓവർ പുൾ ത്രൂ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ. കണ്ടോ? ഇപ്പോൾ ഒരു ഷെല്ലായില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് സ്പേസിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് സ്പേസ്, ഈ ബാൻഡൊന്നും ഇല്ലാത്ത ക്ലിയർ സ്പേസ്, ഈ സ്പേസിൽ നമ്മൾ ഷെല്ല് ചെയ്യും. 6 ഡബിൾ ക്രോഷ് ചെയ്യും. ഷെല്ല് എന്ന് പറഞ്ഞാൽ 6 ഡബിൾ ക്രോഷ് ഇങ്ങനെ ഇടുക. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്, അങ്ങനെ 6 ഡബിൾ ക്രോഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തേലും 6 ഡബിൾ ക്രോഷ് ചെയ്തു. എന്നിട്ട് ഇനി നെക്സ്റ്റ് സ്പേസ് പറയുമ്പോൾ ഇതാണ് ഈ റോൻ്റെ എൻഡിലുള്ള സ്പേസ്, ബാൻഡുള്ള സ്പേസ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യും? 6 ഡബിൾ ക്രോഷ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബാൻഡുള്ള സ്പേസിൽ രണ്ടാമത്തെ സ്പേസിലേക്ക് നമ്മൾ അതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കണക്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു റോ എൻഡ് വരെ, ഈ ഒരു റോ അല്ല, ഈ ഒരു സൈഡ് എൻഡ് വരെ ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു സൈഡിൽ ഷെല്ലുകൾ ചെയ്ത് കഴിഞ്ഞു. അവസാനത്തെ ഒരു സ്പേസ് എത്തിയിട്ടുണ്ട്. അവസാനത്തെ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് റോൻ്റെ ഫസ്റ്റ് 3 ഡബിൾ ക്രോഷ് കൂടി ചേർന്നതായിരുന്നല്ലോ ഫസ്റ്റ് റോ, ഒരു ക്ലസ്റ്റർ. ആ ക്ലസ്റ്ററിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ഇനി ബാക്കിയുള്ളത്. പക്ഷേ ഈ സ്പേസിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് മുന്നിലുള്ള ബാൻഡുള്ള സ്പേസ് വരെ ചെയ്തു. ആ സ്പേസിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. ഈ ഒരു സ്പേസിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തൊരു സ്പേസ് കാണും. ഈ സ്പേസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സ്റ്റിച്ചാണ്. നമ്മളിങ്ങനെ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൽ ഫസ്റ്റത്തെ സ്റ്റിച്ച്, ആ സ്പേസാണിത്. നമ്മൾ 2 ഡബിൾ ക്രോഷ്യൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നില്ല, ആ സ്പേസിലേക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഷെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസിലേക്ക് ഷെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ ഇത് ഇൻസേർട്ട് ചെയ്ത് സാധാ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലൂപ്പ്, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യും. ഇങ്ങനെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പം സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, ഇങ്ങനെ 6 ഡബിൾ ക്രോഷ്യ സ്പേസിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇതൊരു ബോട്ടം പോയിന്റ് കർവ്ഡായി. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സൈഡിലാണ് നമ്മൾ ഷെല്ല് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സൈഡിൽ എന്താണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏറ്റവും ബോട്ടം പോയിന്റിലാണ് നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തത്. ഇനി നോക്കുമ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് റോ ആയിരുന്നല്ലോ, ആ ഫസ്റ്റ് റോയിൽ നോക്കുമ്പോൾ ഏറ്റവും അറ്റത്തൊരു സ്പേസ് കാണാൻ പറ്റും, ഒരു ബാൻഡുള്ള സ്പേസ് കാണാൻ പറ്റും. ഇങ്ങനെ ആ ഒരു സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. പകരം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാൻഡൊന്നും ഇല്ലാത്ത നെക്സ്റ്റ് റോൻ്റെ എൻഡിലുള്ള സൈഡിലുള്ള സ്പേസിലാണ്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ബാൻഡുള്ള സ്പേസിലൊന്നും ചെയ്യരുത്. തൊട്ടടുത്ത സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ബാൻഡുള്ള സ്പേസ് വിട്ടിട്ട് നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഷെല്ലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി കാണുന്ന സ്പേസ് ബാൻഡുള്ള സ്പേസ് ആയിരിക്കും. ഈ ബാൻഡുള്ള സ്പേസിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്നത് രണ്ടാമത്തെ സ്പേസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യത്തെ സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്പേസിലേക്ക് നമ്മൾ ഷെല്ല് ചെയ്യും. ഓക്കെ, ഷെല്ലെന്ന് വെച്ചാൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സ്പേസ്, ബാൻഡൊന്നും ഇല്ലാത്ത സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. നേരത്തെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ. നേരത്തെ നമ്മൾ ബാൻഡുള്ള സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ചും ബാൻഡ് ഇല്ലാത്തതിൽ ഷെല്ലും ആയിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ബാൻഡ് ഉള്ളതിലാണ് നമ്മൾ ഷെല്ല് ചെയ്യാൻ പോകുന്നത്, അതും ഈ ആദ്യത്തെ സ്പേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെല്ല് ചെയ്യുന്നത് 2 സ്പേസ് ഉള്ളതിൽ റൈറ്റും ഇത് ലെഫ്റ്റും ആണെങ്കിൽ റൈറ്റ് ഹോളിലാണ് നമ്മൾ ഷെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഫസ്റ്റ്
സെക്കൻഡ്, അങ്ങനെ 6 ചെയ്യാം. ഷെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാൻഡ് ഒന്നും ഇല്ലാത്ത സ്പേസ് ആയിരിക്കും. ആ സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് ബാൻഡ് ഉള്ള സ്പേസ്, അതിൽ റൈറ്റ് സ്പേസിൽ നമ്മൾ ഷെല്ല് ചെയ്യാം. ഷെല്ല് ചെയ്താൽ നെക്സ്റ്റ് ബാൻഡ് ഇല്ലാത്ത സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്, എൻ്റെ എത്തിയിട്ടുണ്ട് സൈഡിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് 6 ഡബിൾ ക്രോഷ്യാണ്. ഇനി എനിക്ക് ഈ ഒരു സ്പേസ് മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഏറ്റവും ടോപ്പ് റോയിലെ ടോപ്പ് റോൻ്റെ എൻഡിലുള്ള 2 ഡബിൾ ക്രോഷ്യൻ്റെ ഇടയിലുള്ള സ്പേസ്. ഇനി ആ സ്പേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. നമുക്ക് ഇതേപോലത്തെ കോഡ് ഈ ഒരു സൈഡിലും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ 40 ചെയിൻ സ്റ്റിച്ചസ് ഇടണം. അപ്പോൾ ഇവിടെ 40 ചെയിൻ സ്റ്റിച്ചസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 40. അപ്പോൾ 40 ചെയിൻസ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലേക്ക് തിരിച്ചെത്തിക്കണം. അപ്പോൾ അതിന് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റോയിൽ മൊത്തം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റിച്ച് വിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ഓരോ സ്റ്റിച്ചിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, പുൾ ത്രൂ, അടുത്തയിലേക്ക്, അങ്ങനെ എൻഡ് വരെ ചെയ്യാം. എല്ലാ സ്റ്റിച്ചിലും ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് റോൻ്റെ എൻഡിലുള്ള ഈ ഒരു സ്പേസിലേക്കാണ് നമ്മളിനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു കോഡും റെഡിയായി. ഇനി നമുക്ക് ഒന്ന് ചെയിൻ 1 ചെയ്തിട്ട് ഫാസ്റ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് യാണ് കുറച്ച് ബാക്കി വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് വലിച്ച് ടൈറ്റ് ആക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബൻഡാന ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, 2 കോഡൊക്കെ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലൂസ് എൻഡുകൾ ഉള്ളിലേക്ക് വീവിങ് ചെയ്ത് കാണാത്ത രീതിയിൽ വെക്കണം. ഇവിടെ ഒരു ലൂസ് എൻഡ് ഉണ്ട്, ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ്. അങ്ങനെ ഈ 2 ലൂസ് എൻഡുകൾ നമുക്ക് വീവിങ് ചെയ്ത് അകത്തേക്ക് കാണാത്ത രീതിയിലേക്ക് വെക്കണം. ഇനി അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു യാൺ നീഡിൽ എടുക്കുക, ടൈപ്പിസ്ട്രി നീഡിൽ എടുക്കുക, എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. കെട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കോർത്തിട്ടാൽ മതി. എന്നിട്ട് ഇനി നമ്മൾ വീവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം വീവിങ് ചെയ്യാൻ. ഓക്കെ, അത് വീവിങ് ചെയ്തത് കാണരുത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് എടുക്കാൻ പോകുന്നത്. കാണാത്ത രീതിയിൽ ഇങ്ങനെ അകത്ത് കൂടെ പാസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഇവിടെ കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല, ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ്. ഇനി ഈ ഒരു അടുത്തതിൻ്റെ ഉള്ളിൽ കൂടിയും കൂടി ജസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അകത്തൂടെ പാസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഇതിൻ്റെങ്കിലും അകത്ത് കൂടെ വീവിങ് ചെയ്ത് വെക്കണം. നമുക്ക് കുറച്ച് ഡയറക്ഷൻ മാറ്റി വെക്കാം. ഞാൻ ഈ ഒരു ഡയറക്ഷനിലാട്ടോ ചെയ്യാൻ പോകുന്നത്, ഹൊറിസോണ്ടലായിട്ട്. അങ്ങനെ മാക്സിമം ഡയറക്ഷൻ മാറ്റി മാറ്റി വെക്കാം. ഇനി ഒന്നുകൂടെ ഡയറക്ഷൻ മാറ്റി കുറച്ച് താഴോട്ടൊക്കെ ആക്കി കൊടുക്കാം. മാക്സിമം അത് വീവിങ് ചെയ്ത് വെച്ചാൽ എത്രത്തോളം വീവിങ് ചെയ്യുന്നു അത്രയും നല്ലത്. വെറുതെ നമ്മൾ വീവിങ് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അഴിഞ്ഞു വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഡയറക്ഷൻ മാറ്റി മാറ്റി വീവിങ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡിൽ നിന്നും അങ്ങനെ അറിയുന്നൊന്നുമില്ല. ഇനി ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇവിടെയൊക്കെ ഒന്ന് ലൂസാക്കി സെറ്റാക്കിയതിന് ശേഷം ബാക്കി പോർഷന് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇതേപോലെ തന്നെ ഈ ഒരു എൻഡും ഇങ്ങനെ ഡയറക്ഷൻ മാറ്റി മാറ്റി വീവിങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബൻഡാന റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഡബിൾ ക്രോഷ്യ ആണല്ലോ മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ വലിയ പാടുള്ള സ്റ്റിച്ചസുകളൊന്നുമില്ല. സ്റ്റെപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോറിയിൽ എന്നെ ടാഗ് ചെയ്യാൻ മറക്കണ്ട. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യാം. എന്തായാലും എങ്ങനെയുണ്ടെന്നുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാം. യൂസ്ഫുൾ ആയിരുന്നോ, മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചു. ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതും കൂടെ ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.